എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം അനപത്യത എന്ന വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. ഈ പ്രാവശ്യം നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പല പാപങ്ങളുടെയും ഫലങ്ങൾ, അതായത് പൂർവ്വജന്മത്തിലെ പാപങ്ങളുടെ ഫലങ്ങൾ ഈ ജന്മത്തിൽ പല ആദിയും വ്യാധിയും ദുഃഖവും ദുരിതവുമായി നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതനുഭവിക്കുമ്പോൾ നമ്മൾ മാനസികമായി തകരാതെ, ചിലപ്പോൾ പണസംബന്ധമായി തകരാം, ചിലപ്പോൾ കുടുംബം നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥയിലാകാം, ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് ഇത് സഹിക്കുവാനുള്ള ശക്തി എനിക്ക് തരണേ ഭഗവാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഈ വക അനുഭവങ്ങൾ, അതായത് പൂർവജന്മാർജിതമായ ദുരിതങ്ങളും ദുഃഖങ്ങളും ചില ഗ്രഹങ്ങളുടെ ദശയിലും അപഹാരങ്ങളിലും ഏഴശനിയും കണ്ടകശനി കാലഘട്ടങ്ങളിലുമാണ് കൂടുതൽ അനുഭവപ്പെടുന്നത്. ചില ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്ത് വരുമ്പോൾ അതാത് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ആ ഗ്രഹം നിൽക്കുന്ന ഏത് രാശിയാണോ ആ രാശിയിലെ ശരീരാവയവങ്ങൾക്കടക്കം ദോഷങ്ങൾ സംഭവിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ സൂര്യനെ എടുക്കുക. സൂര്യൻ എന്ന് പറയുന്നത് ആത്മപ്രഭാവമുള്ളതാണ്, പിതൃകാരകനാണ്. അതേമാതിരി തന്നെ സൂര്യൻ നല്ല പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 10ാം ഭാവം ചിങ്ങം രാശിയാവുക, അവിടെ സൂര്യൻ നിൽക്കുക, അവിടെ ബുധനും കൂടി നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മേടൻ രാശിയാവുക, മേടത്തിൽ ആ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുക, അതോടൊപ്പം തന്നെ ബുധനൊക്കെ കൂടി നിന്ന് കഴിഞ്ഞാൽ നല്ല സർക്കാർ ഉദ്യോഗം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലഗ്നം ചിങ്ങൻ രാശിയാകുമ്പോൾ തന്നെ നമുക്കറിയാം അയാളൊരു രാജകീയമായ രീതിയിലായിരിക്കും ജീവിതം. നല്ല വസ്ത്രങ്ങൾ, നല്ല നടപ്പ്, നല്ല ഗാംഭീര്യതൊക്കെ ഇയാൾക്കുണ്ടാവും. എന്നാൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്ത് വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും പ്രശ്നം. അപ്പോഴാണ് നമ്മുടെ മനസ്സ് തരുന്നത്. ഇപ്പൊ ഓരോ ഗ്രഹങ്ങളും അനിഷ്ടസ്ഥാനത്ത് വരുമ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ, മഴ സീസൺ, അതേമാതിരി തന്നെ മഞ്ഞ് സീസൺ, അതേമാതിരി ശരത് സീസൺ, ഇങ്ങനെ 6 നമ്മുടെ ഋതുക്കളുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ അതാത് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ചില രോഗങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. കൂടാതെ ചില ദശയിലും അന്തർദശയിലും നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഗ്രഹത്തെ പ്രീതിപ്പെടുക, ആ ദേവന് വേണ്ട വഴിപാടുകൾ, ഗ്രഹം കൊണ്ട് സൂചിപ്പിക്കുന്ന ദേവന് വേണ്ട വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ശമനങ്ങൾ ഇത് സഹിക്കാനുള്ള കഴിവും കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ സൂര്യനെ എടുക്കുക. അപ്പൊ സൂര്യനെ കൊണ്ട് വരാവുന്നതെന്നാണ് പറയുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. പിത്തോ ഉഷ്ണജലം താപദേഹം പതനം അപസ്മാരം ഹിൽക്കോടജാവ്യാധി എന്ന് പറയുന്ന പ്രമാണം അനുസരിച്ച് സൂര്യൻ അനിഷ്ടസ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് പിത്ത സംബന്ധമായി, ആയുർവേദത്തില് പിത്തം വാദം കഫം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ മൂന്നുകൂടി യോജിച്ച് വരുമ്പോൾ ഇതുകൊണ്ടുള്ള 3 കൊണ്ടുള്ള രോഗങ്ങളാണ് പലതും സംഭവിക്കുക. അപ്പൊ പിത്തം സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക, നീളിപ്പനി ഉണ്ടാവുക, ശരീരത്തിൽ ചൂടുണ്ടാവുക, വയറിന് കംപ്ലൈന്റ് ഉണ്ടാവുക, ശിരോ സംബന്ധമായ രോഗമുണ്ടാവുക, കണ്ണിന് ആദിയാദികൾ വരിക, അതേമാതിരി മനസ്സിന് തളർച്ചകൾ പോലെ അനുഭവപ്പെടുക, ശരീരത്തിന്റെ മനോബലം കുറയുക, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ശിവനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ശിവക്ഷേത്രത്തില് ധാര, വിളക്ക്, അർച്ചന മുതലായവ നമ്മൾ നടത്താം. ഒരു മൃത്യുഞ്ജയ ഹോമം നടത്താം. പിന്നെ ശിവനെ നല്ലപോലെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മനോബലം കിട്ടും, ഒരു മനസ്സുഖം കിട്ടും. ഈശ്വരൻ നമ്മളുടെ രോഗങ്ങളും ആദികളും വ്യാധികളും ഒക്കെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്, ജ്യോതിഷത്തിൽ പറയുന്നത്. അതേമാതിരി തന്നെ നല്ല രോഗങ്ങളൊക്കെ വരുമ്പോൾ ധന്വന്തരി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക. ധന്വന്തരി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ശുഭപ്രദമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കൂടാതെ കുവളപത്ര പുഷ്പാഞ്ജലി നടത്തുക. കുവളപത്ര പുഷ്പാഞ്ജലി നടത്തുമ്പോൾ മുൻജന്മ ദുരിതങ്ങളും ശാപാദികളും അടക്കം കുറയുമെന്നാണ് പറയുന്നത്. ഇനി ചന്ദ്രൻ, ഇനിയിപ്പോ ചന്ദ്രനാണ് നമ്മുടെ അനിഷ്ടസ്ഥാനത്ത് വരുന്ന, ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാവുന്ന ജലസംബന്ധമായ കാര്യങ്ങൾ, അതേമാതിരി തന്നെ നീർക്കെട്ട്, വായിക്ക് രുചിയില്ലായ്മ, ഇങ്ങനെ പലതരത്തിലുള്ള മനസ്സുഖം കുറവ്, അമ്മയ്ക്ക് ബുദ്ധിമുട്ട്. ചന്ദ്രൻ മനോകാരകൻ കൂടിയാണ്. ഈ ചന്ദ്രൻ 12-ൽ വരുമ്പോൾ നമുക്ക് ഓവർ തിങ്കിങ് വരും. അപ്പൊ നമുക്ക് മനോനിലയിൽ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പൊ ചന്ദ്രനെ കൊണ്ട് നമ്മൾ ദുർഗാ ഭഗവതിയെ ചിന്തിക്കുക,
ബലമുള്ള ചന്ദ്രൻ, ബലമില്ലാത്ത ചന്ദ്രൻ. അപ്പൊ ഭദ്രകാളി, ദുർഗാ ഭഗവതി, അങ്ങനെ നമ്മളെ ചന്ദ്രന്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഏത് ദേവതയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ ദേവതയ്ക്ക് നമ്മൾ സാധാരണ വഴിപാട്, വിളക്ക്, മാല, അർച്ചന, ആ ദേവതയെ പൂജിക്കുകയും ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു മനസ്സുഖം കിട്ടും. നിത്യേന ക്ഷേത്രത്തിൽ പോകണോട്ടോ, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം, അതിന് വഴിപാട് കഴിക്കണം. ആ വഴിപാട് കൊണ്ടുവന്ന് നമ്മൾ അതിൽ ചന്ദനമാണെങ്കിൽ തൊടുക, അതൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ ഒരേ ഗ്രഹങ്ങളെ കൊണ്ടും നമ്മൾ ഒരേ ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. ഇപ്പൊ കണ്ടകശനിയാണെന്നുണ്ടെങ്കിൽ വീടിന് പ്രശ്നം, വാഹനാപകടം. അതിപ്പോ ഏഴശനിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധത്തിന് വിള്ളല്. അതേമാതിരി തന്നെ അങ്ങനെയാണ് ഒരേ ഗ്രഹങ്ങളും ഒരേ ബുദ്ധിമുട്ട് വരുമ്പോൾ. ചൊവ്വ, ഇപ്പൊ ആൾക്കാർ പറയാറുണ്ട് എനിക്ക് വ്യാഴദേശയാണ്, എനിക്ക് ശുക്രദേശയാണ്, എനിക്ക് അതിന്റെ ഗുണങ്ങളൊന്നും കിട്ടണില്ല തിരുമേനി അല്ലെങ്കിൽ ജ്യോത്സ്യരെ എന്ന് പറയും. അപ്പൊ ഏതൊരു ഗ്രഹവും വ്യാഴദേശമല്ല, ശുക്രദേശമല്ല, ശനിദേശം ഏത് വന്നാലും ആ ഗ്രഹം നിൽക്കുന്ന പൊസിഷനും ആ എന്താ പറയുക ദശാനാഥനും ഒക്കെ ബലം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഗുണം കിട്ടില്ല. ഇപ്പൊ ചൊവ്വയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നു, ഈ ചൊവ്വ നീചത്തിൽ നിൽക്കുകയാണ് ഒരാളുടെ ജാതകത്തിൽ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, സൂക്ഷിക്കണോട്ടാ, നീചഗ്രഹേ അധപ്പതനം സൗഹൃത്യം ദൈനംദു രാജാരണാത്തിമാഹു എന്ന് പറയുന്ന പ്രമാണമുണ്ട്. അപ്പൊ ഇതനുസരിച്ച് ആ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങള്, രോഗങ്ങള്, കൂട്ടുകെട്ടുകള്, ഭൂമി സംബന്ധമായ പ്രശ്നം, സഹോദര സംബന്ധമായ പ്രശ്നം, പിന്നെ ആദി വ്യാധി, അംഗഭംഗം വരെയും വരും. അപ്പൊ ഞാനത് പറഞ്ഞിട്ട് അദ്ദേഹം അത് പറഞ്ഞു, ശക്തമായ വഴിപാടുകൾ, എന്നാലും തടുക്കാൻ പറ്റാത്ത ഇതായിരിക്കും വരുന്നു എന്ന് പറഞ്ഞു. വഴിപാടുകൾ ചെയ്ത് അദ്ദേഹത്തിന്റെ മകൻ എന്താണ് ചെറിയൊരു ബുദ്ധിമുട്ടിൽ ആ ദശ കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ചെറിയ വീഴ്ച, ബൈക്ക് വന്നൊരു വീഴ്ച, ചെറുത്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ കാര്യമായൊന്നും സംഭവിച്ചില്ല. ഈശ്വരൻ കാത്തുരക്ഷിച്ചു. അപ്പൊ അദ്ദേഹം അത്രയ്ക്കേറെ ഈശ്വരനെ വാരി പിടിച്ചു. അപ്പൊ ഏത് ദേവനി, അപ്പൊ നമ്മൾ ഭദ്രകാളിയെയാണോ നമ്മൾ ഉപാസിക്കേണ്ടത്, സുബ്രഹ്മണ്യ സ്വാമിയാണോ, അതിന് രാശിയെ നോക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആദികളും വ്യാധികളും നമ്മൾ സഹിക്കാനും തരണം ചെയ്യുവാനും പോകാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തീക്ഷ്ണമായ, നമ്മൾ പൂർവ്വജന്മത്തിലെ പാപങ്ങൾ തീക്ഷ്ണമായ ഇതായിരുന്നു, രോഗശൈലിയിൽ തന്നെ കിടക്കും. അപ്പോഴും ഒരു ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിച്ചിട്ട് പോലും നമുക്ക് കേൾക്കാത്തൊരവസ്ഥ വരും. നമ്മൾ എന്താണ് ഈശ്വരൻ തീരുമാനിച്ചെങ്കിൽ അതനുസരിച്ച് ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ എന്തിനായാലും കീഴാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവത്തെ തള്ളി പറയാതെ ഈശ്വര നിശ്ചയം പ്രകാരം നമ്മൾ ഈശ്വരനെ ഭജിച്ച് അത് സഹിക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അത് സഹിക്കും. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതവും മുന്നോട്ട് പോകും. അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒളിച്ചോട്ടം പോലത്തെ ഒരു പ്രവൃത്തിയും ഇതിൽ നിന്ന് സാധ്യമല്ല. ഇപ്പോ ഓരോ ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പൊ ഒരു ജാതകം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് ചിലപ്പോൾ വരാനുള്ള രോഗസാധ്യത എവിടെയാണെന്ന് പോലും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പൊ സൂര്യനെ കൊണ്ടാണെങ്കിൽ ഒരാളുടെ ജാതകം എടുത്ത് നോക്കുമ്പോൾ വരാവുന്ന സ്ഥലം, രോഗങ്ങൾ വരാവുന്ന, ഞാൻ പറഞ്ഞു, വയറിനുണ്ട്, കണ്ണിനുണ്ട്, പ്രത്യേകം ശിരോദേശേ ഭാനു എന്നാണ് പറയുന്നത്. അപ്പൊ സൂര്യനെ കൊണ്ട് ശിരോദേശം എന്ന് പറയുമ്പോൾ ശിരോദേശം പറയുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ശിരസിന്. മുഖപരിസരേ ശീതകൂരലം എന്നാണ് പറയുന്നത്. ചന്ദ്രനെ കൊണ്ട് നമ്മുടെ മുഖത്തിന് വല്ല അസുഖങ്ങൾ വരാം. അപ്പൊ ഈ പ്രമാണം ഇങ്ങനെ തോന്നും, ധരാസൂനു കണ്ഠേ, ധരാസൂനു ഭൂമിയുടെ പുത്രൻ, അതായത് ചൊവ്വയെ കൊണ്ട് നമുക്ക് കണ്ടത്തിൽ ചിലപ്പോൾ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ജനേത് ബുധേ നഭീനികട എന്നാണ് പറയുന്നത്. അപ്പൊ നാഭി സംബന്ധമായ, കടി സംബന്ധമായ തലങ്ങളിലുള്ള അസുഖങ്ങൾക്ക് ഇങ്ങനെ വരാം. ശനി, രാഹു, കേതു ഒക്കെ ആണെങ്കിൽ എന്താണ് പറയുന്നത്, ഉദരഭാഗത്ത് ചിലപ്പോൾ വ്രണങ്ങൾ വരാം, അൾസർ മുതലായ കാര്യങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിൽ വന്നു പെടാം. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്ക് ഇങ്ങനെയുള്ള ഗ്രഹനിലയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്യും. ഇപ്പൊ വയറുവേദനയാണ്, അങ്ങനെയാണ്, ഇത് ഗ്യാസിന്റെ അങ്ങനെയൊക്കെ പറയാതെ നമ്മുടെ ജാതകപ്രകാരം ചില രോഗങ്ങൾ നമുക്ക് സാധ്യത ഉണ്ടെന്ന് കാണുമ്പോൾ അതൊന്ന് നമ്മൾ നല്ലപോലെ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഏത് ഗ്രഹങ്ങളാണോ നിൽക്കുന്നത്, അപ്പോൾ ആ ഗ്രഹത്തിന്റെ സ്വഭാവം, അതിന്റെ ഫലം മുതലായ കണക്കാക്കി അതിന് പരിഹാരം കാണണം. ചൊവ്വയാണെന്നുണ്ടെങ്കിൽ ഭദ്രകാളിയോ അല്ലെങ്കിൽ അതിന്റെ ഓജരാശി സ്ഥിതി കണക്കാക്കിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയോ ഭജിച്ച് ആ തരത്തിലുള്ള ചൊവ്വയെ കൊണ്ടുള്ള തീക്ഷ്ണത നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഇപ്പൊ രാഹുദശയാണെങ്കിൽ തന്നെ രാഹു ഭയങ്കര പ്രശ്നമാണ്. ചില സമയത്ത് രാഹുവിന് ബലമില്ലാത്ത സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അതും രോഗാദികളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? സ്വർബാനോ തനുതാവ വിഷമവ്യാധി വിഷം കൃത്രിമം പാദാർത്ഥിച്ച പിശാചകപന്നകഭയം എന്ന് പറയുന്ന പ്രമാണം അനുസരിച്ച് ഇങ്ങനെ പോവുകയാണ്. ശരീരത്തിന് പറയുന്ന രാഹുദശ ജനിക്കുമ്പോൾ കുട്ടികൾക്ക് തന്നെ ശരീരത്തിന് ചൂട് കൂടുതലുണ്ടാവും. തനുതാപം വിഷമവ്യാധി, ഇപ്പൊ പറയുന്നത് നമ്മള്
തലവേദനയെന്ന് പറയും, കുറച്ച് പേരും പറയും നെഞ്ചുവേദനയെന്ന് പറയും, ചിലപ്പോൾ പറയും എനിക്ക് എന്താ പറയുന്നത് കാലിന്റെ അവിടെ വേദന എടുക്കുന്നു. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് രോഗം, പിന്നെ അത് കഴിഞ്ഞാൽ മാറി മാറി പല സ്ഥലത്തായിട്ട് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ പലതരത്തിലുള്ള ആദിയും വ്യാധിയും രാഹുവിന്റെ പൊസിഷൻ ശരിയല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരുന്നത്, അനുഭവിക്കേണ്ടി വരുന്നതും നമ്മുടെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന് പരിഹാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ദേവതകളെ ഭജിക്കുക, ഗായത്രി മന്ത്രം നമ്മൾ ജപിക്കുക, അതേമാതിരി തന്നെ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ മന്ത്രം ജപിക്കുക. പിന്നെ അത് ഏത് ദശയാണോ ആ ദശാനാഥന്റെ ദേവതയെ പൂജിക്കുക. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ എന്താണ് പറയുന്നത് ഒരുമാതിരി പ്രശ്നങ്ങൾക്ക് നമുക്ക് തരണം ചെയ്യാൻ, ജീവിതത്തിൽ എന്താണ് പറയുന്നത് നല്ല മാർഗത്തിലൂടെ നമ്മൾ ജീവിച്ച് നല്ലതുപോലെ ജീവിതം ഭംഗിയാക്കാനും കഴിയും. ആയതിൻ്റെ പേരിൽ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.